ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. എല്ലാ ജില്ലാ ആശുപത്രികളിലും 3 മാസത്തിനുള്ളിൽ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ക്യാൻസറിനടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള 36 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കി. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക പോഷകാഹാര പദ്ധതി നടപ്പിലാക്കും. ഗ്രാമീണ മേഖലയിലെ സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉറപ്പാക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും. 5 വർഷത്തിനുള്ളിൽ 75,000 മെഡിക്കൽ സീറ്റുകൾ ലഭ്യമാക്കും. അടുത്ത വർഷം 10,000 സീറ്റുകൾ അനുവദിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്തെ 23 ഐഐടികളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി ധനമന്ത്രി പറഞ്ഞു. 5 ഐഐടികളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മികവുറ്റതാക്കും. 2014 ശേഷം സ്ഥാപിച്ച ഐഐടികൾക്കാവും പശ്ചാത്തല സൌകര്യ വികസനം. പട്ന ഐഐടിക്ക് പുതിയ ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിക്കും. അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലാബറട്ടറി സ്ഥാപിക്കും. കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. എല്ലാ ജില്ലാ ആശുപത്രികളിലും 3 മാസത്തിനുള്ളിൽ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ക്യാൻസറിനടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള 36 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കി. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക പോഷകാഹാര പദ്ധതി നടപ്പാക്കും. ഗ്രാമീണ മേഖലയിലെ സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉറപ്പാക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും. 5 വർഷത്തിനുള്ളിൽ 75,000 മെഡിക്കൽ സീറ്റുകൾ ലഭ്യമാക്കും. അടുത്ത വർഷം 10,000 സീറ്റുകൾ അനുവദിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്തെ 23 ഐഐടികളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി ധനമന്ത്രി പറഞ്ഞു. 5 ഐഐടികളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മികവുറ്റതാക്കും. 2014 ശേഷം സ്ഥാപിച്ച ഐഐടികൾക്കാവും പശ്ചാത്തല സൌകര്യ വികസനം. പട്ന ഐഐടിക്ക് പുതിയ ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിക്കും. അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലബോറട്ടറികൾ സ്ഥാപിക്കും. കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.